എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിന്ന് ഫോട്ടോ വെച്ചിട്ടാണ് പോകുന്നത്. കാര്യം 2 വർഷമായി ഞാൻ അങ്കമാലി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൊച്ചി അങ്ങനെ നമ്മൾ കാര്യമായിട്ട് കറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കറങ്ങാൻ പോവാം. എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് ആണ്, എൻ്റെ സൂപ്പർവൈസറാണ്, പറയുന്നതൊന്നും തലയാട്ടുന്നുണ്ട്. എൻ്റെ റൂംമേറ്റ് ആണ്, കൂടെ കാണും. നൈസായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ, സെൻസർ ചെയ്തില്ലെങ്കിൽ. അപ്പം ബൈ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ആലുവയ്ക്കാണ് പോകുന്നത്, KSRTCയിൽ. അവിടുന്ന് മെട്രോ പിടിച്ചിട്ട് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങുന്നു. അവിടുന്ന് വാട്ടർ മെട്രോ പിടിച്ചിട്ട് നമ്മൾ പോകുന്നു ഫോർട്ട് കൊച്ചിക്ക്. അപ്പം 2023 ഏപ്രിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചാണ് നമ്മുടെ പബ്ലിക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. ഏകദേശം 100-ലധികം ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനായിട്ട് നിലവിൽ വന്ന ഏകദേശം 78 എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിക് ഹൈപ്പർ ബോട്ടുകളുള്ള അടിപൊളി സംഭവമാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. ഏഷ്യയിലെ ഏറ്റവും വലുതുമാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെയും വാട്ടർ മെട്രോ ആണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയുടെ കാർഡ് ശരിക്കും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒക്കെ ലുക്കാണ്, കണ്ടോ? നമ്മുടെ നോർമൽ മെട്രോയുടെ ടിക്കറ്റ് പോലെയല്ല, രസമുണ്ട് കേട്ടോ കാണാൻ. അതും മറ്റേ വൈഫൈ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ ആലുവയിൽ നിന്ന് മെട്രോ എടുത്തിട്ടാണ് വന്നത്. മെട്രോ എടുത്ത് നേരെ ഞങ്ങൾ MG റോഡ് സ്റ്റേഷനിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനുണ്ട്, അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ നേരെ നമ്മൾ ഫോർട്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മളാട്ടോ ഫസ്റ്റ് കയറുന്നേ. കൊച്ചി വാട്ടർ മെട്രോയുടെ ഉള്ളിലുള്ള വൃത്തിയുടെ കാര്യങ്ങളും അവിടെ നിന്നുള്ള വ്യൂവിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കായലിലൂടെയുള്ളൊരു അടിപൊളി യാത്ര. ഒരു 10 മിനിറ്റ് ഹാർഡ്ലി എടുത്തിട്ടുണ്ട് ആ ഒരു ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താൻ വേണ്ടി. പോകുന്ന വഴിക്ക് നമ്മൾ അമ്പരചുംബികളായിട്ടുള്ള കുറേ അധികം കെട്ടിടങ്ങൾ കണ്ടു, അതുപോലെ തന്നെ കുറേ വെള്ളം കണ്ടു. ആൻഡ് ഓഫ് കോഴ്സ് ആ കിടക്കുന്ന ക്രൂയിസ്. ആ ക്രൂയിസിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ആൻഡ് ലാസ്റ്റ് ഞാൻ എൻ്റെ വലിയൊരു പിക്ചർ കാണിച്ചിട്ട് പറയാം കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഫോർട്ട് കൊച്ചി ആ ഒരു തീരത്ത് നിന്ന് തന്നെ ഒരുപാടധികം ക്രൂയിസ് സർവീസുകളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഫോർട്ട് കൊച്ചി ഒരു വ്യാപാര വാണിജ്യം വലിയ ഹബ്ബാണ്. ഷിപ്പ് യാർഡൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഷിപ്പുകളെ കാണാൻ പറ്റും നമുക്ക്. വലിയ മുട്ടൻ ഷിപ്പ്, സിംഗപ്പൂരിൽ നിന്നുള്ള ഷിപ്പ്. ആക്ച്വലി സിംഗപ്പൂരിൻ്റെ ഒരു ഫ്ലാഗുള്ള ഷിപ്പ്, അതാണ് നിങ്ങൾ കുറച്ച് ഇനിയിപ്പം ഞാൻ കാണിക്കാം. ഒരു റെഡ് കളർ ഷിപ്പ്, അത് ഫ്രം സിംഗപ്പൂരാണ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് സിംഗപ്പൂരിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. സിംഗപ്പൂരിൻ്റെ ഫ്ലാഗും അമേരിക്കയുടെ ഫ്ലാഗും എനിക്ക് മാറിപ്പോയി. എന്ത് ചെയ്യാനല്ലേ? ആക്ച്വലി അതൊരു വലിയൊരു കുഴപ്പമാണ്. അതെന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞേ എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊച്ചി മുസിരീസ് ബിനാലെ നടക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നമ്മൾ എത്തിയിരിക്കുന്നു ഫോർട്ട് കൊച്ചി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വീണ്ടും ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ? ഇത് ആ ഒരു മരത്തിലൊരു പൂവുണ്ട്. ആ ഒരു പൂവിൻ്റെ അതേ കളറുള്ള കുറേ സ്റ്റാർസ് ഇട്ട് നല്ലൊരു വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല ചൂടുള്ള ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പെന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. ഞങ്ങളാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ട കുപ്പിക്കകത്ത് ചിപ്പി നിറക്കാമെന്ന് പറഞ്ഞു വന്നത്. ഇതിപ്പം ഭയങ്കര നേരം അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ എടുത്തോണ്ട് പോകും. ഡച്ച് സിമെട്രി കാണാനാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇവിടുന്ന് റൈറ്റ് പോയി ലെഫ്റ്റ് പോയി പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഡച്ച് സിമെട്രി എത്തുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. ഇത് ക്ലോസ്ഡ് ആണെന്നാണ് ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്.
പുറത്തു നോക്കാം. ഏകദേശം 1700കളിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ യൂറോപ്യൻ സിമിത്തേരികളിലൊന്നാണ് കൊച്ചിയിലുള്ള നമ്മുടെ ഡച്ച് സിമിട്രി. സെൻറ്റ് ഫ്രാൻസിസ്കൻ ചർച്ചിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഏകദേശം 104ഓളം ശവകുടീരങ്ങൾ ഈ ഒരു സിമിത്തേരിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൂടുതലും അന്നത്തെ ബ്രിട്ടീഷ് മേധാവികളുടെ തന്നെയാണ്. അപ്പം നമ്മൾ ഡച്ച് സിമിട്രി കണ്ടു. ഇനി നമ്മൾ വാസ്കോ ഡ ഗാമയുടെ ടോംബ് ഇപ്പം അവിടെ ഇല്ല ആക്ച്വലി, പക്ഷേ ആളുടെ ഭൗതികാവശിഷ്ടങ്ങൾ പുള്ളിക്കാരൻ്റെ മകൻ തന്നെ പോർച്ചുഗലിലേക്ക് എടുത്തിട്ട് പോയി എന്നാണ് എൻ്റെ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പള്ളി ഇവിടെ അടുത്തിട്ടാണ്, അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. 1524 കൊച്ചിയിൽ വെച്ചിട്ടാണ് വാസ്കോ ഡ ഗാമ മരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് ഇപ്പോൾ കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ്കൻ ചർച്ചിലാണ്. ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷം 1539 അദ്ദേഹത്തിൻ്റെ റിമൈനിങ്സ് ജന്മനാടായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ലിസ്ബണിലുള്ള ജെറോണിമസ് മൊണാസ്ട്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ സെൻറ്റ് ഫ്രാൻസിസ്കൻ ചർച്ചിലെത്തിയിട്ടുണ്ട്. ഒരുപാടധികം ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 1500കളിൽ കൊച്ചിയിലേക്ക് എത്തിയ ഫ്രാൻസിസ്കൻ പാതിരിമാർ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു ചർച്ചാണിത്. ശേഷം 1663 ഡച്ചുകാർ ഇതിനെ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാക്കി. അത് കഴിഞ്ഞ് പിന്നെ 1800 ബ്രിട്ടീഷുകാർ ഇതൊരു ആംഗ്ലിക്കൻ ചർച്ചാക്കി. അങ്ങനെ ഒരുപാടധികം ചരിത്രങ്ങൾ പറയാനുള്ളൊരു ചർച്ചായിരുന്നു അത്. അതിനുശേഷം നമ്മൾ പോയതാണ് അടിപൊളി ആംബിയൻസ് ഉള്ള പന്തൽ. ഇപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയിലുള്ള പന്തൽ എന്ന് പറയുന്നൊരു കഫേയിലാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഫുഡ് ഞങ്ങൾ ഒരു പൈയും ഒരു പേസ്ട്രിയാണ് പറഞ്ഞേക്കുന്നത്. ട്രൈ ചെയ്തിട്ട് ഫുഡ് എന്താണെങ്കിലും അടിപൊളിയായിരിക്കും. ഓഫ്കോഴ്സ് ഇവിടെ കുറച്ച് ആർട്ട് ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, തുണി കൊണ്ടുള്ള കുറച്ച് സാധനങ്ങൾ. അത് നിങ്ങൾ പ്രീവിയസ് ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും എനിക്ക് കിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്ഥലം. ബാംഗ്ലൂർ ചെല്ലുമ്പോൾ മ്യൂസിയം ആയിരിക്കും, ഫോർട്ട് കൊച്ചി വന്നപ്പോൾ ഒരു കഫേ. സോ ഞങ്ങളുടെ കൈ തിന്നട്ടെ. ഇതിൽ നിന്നും ഒരു പൂച്ച സാറിനെ കിട്ടിയിട്ടുണ്ട്. ഹലോ സാർ, എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും കൊച്ചിയെക്കുറിച്ച് പറയാനുണ്ടോ? ഹലോ. ഞങ്ങൾ ഈ സൈഡ് വഴി വന്നപ്പോൾ ഭയങ്കര തിരയായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരൊന്നും ആ പരിസരത്തേക്ക് ഇറങ്ങുന്നത് കണ്ടില്ല. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഈവനിങ് ടൈമായി. സമയം ഇപ്പം 5:11. അപ്പം ഓൾമോസ്റ്റ് കുറേ മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്നൊരു കാലി ജാറൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രെൻഡ് കണ്ടായിരുന്നു, അതായത് ബീച്ച് മെമ്മറീസ് ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ ബീച്ച് മെമ്മറീസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു കാലി ജാറൊക്കെ ആയിട്ട് വല്ല ചിപ്പിങ് കല്ലൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം. അതായിരുന്നു നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ താരം. ക്രൂയിസാണ് കൊഴീലിയ. അത്യാവശ്യം വലിയ ക്രൂയിസ്. എത്രമാത്രം വലുതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഏകദേശം 11 ഡെക്കുകളുള്ള ഒരു കടലിലെ ചെറിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ലക്ഷറി ക്യാബിനൊക്കെ ഉള്ള അടിപൊളി ഒരു ക്രൂയിസാണ്. ആൻഡ് ഏകദേശം ചെന്നൈ, മുംബൈ, ലക്ഷദ്വീപ്, ഗോവ അല്ലെങ്കിൽ ചെന്നൈ ടു ശ്രീലങ്ക പോലുള്ള കുറേ ഡെസ്റ്റിനേഷനൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടു. എൽസൈഡേ കുറേ സാധനങ്ങൾ. ആൻഡ് വൺസ് അഗെയിൻ മീറ്റ് അനദർ പൂച്ച സാർ. ആൻഡ് ബാക്ക് ടു വീടല്ല, നമ്മൾ ബ്ലോസം ബുക്സ് എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ളൊരു ബുക്ക് സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാടധികം ഡിസ്കൗണ്ട്സ് ഉള്ള, എന്നാൽ നമ്മളെല്ലാം തപ്പി കിടക്കുന്ന ഒരുപാടധികം ബുക്സ് ഉള്ള ഒരു അടിപൊളി ബുക്കിൻ്റെ ഷോറൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്ഥലമാണ്. ആൻഡ് ഞാൻ 2 ബുക്ക് വാങ്ങിച്ചു. ഇതല്ല, ഇറ്റ്സ് അബൌട്ട് ഈജിപ്ഷ്യൻ മിത്തോളജി ആൻഡ് നമ്മുടെ എസ് കെ പൊറ്റക്കാരൻ്റെ ഒരു ട്രാവൽ
അതായത് 1950-കളിൽ പുള്ളി ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്. അടിപൊളി. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് 2 ആൾക്കാരും കൂടെ വാങ്ങിച്ചു. നമ്മൾ ക്യാബിൽ. അങ്ങനെ നമ്മുടെ ഈ ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കറങ്ങി, വാട്ടർ മെട്രോയിൽ കയറി, വെറും മെട്രോയിൽ കയറി, പിന്നെന്താ ബുക്ക് വാങ്ങിച്ചു, വീട്ടിലേക്ക് കുറച്ച് പേരെ, വെള്ളത്തിൽ ജീവിക്കുന്ന കുറച്ച് പേരെ വാങ്ങിച്ചു, അവർക്കുള്ള തീറ്റ വാങ്ങിച്ചു, പിന്നെ കുറേ ഞം കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം. നമ്മൾ, എന്നോട് മാത്രമല്ല ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിലെ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതാണ്. അതായത് ഈവൻ ദോ നമുക്ക് വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും കറങ്ങാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം സ്റ്റേ ഹാപ്പി. സീ യു. ടാറ്റ ബൈ ബൈ.